കഥാപാത്രങ്ങൾ ജീവിച്ചവരോ മരിച്ചവരോ ആയിട്ട് ഒരു ബന്ധമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തികച്ചും യാദൃശ്ചികമാണ്. എന്തേ നമ്മുടെ ചീഫ്? രാവിലെ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. അല്ലെങ്കിലും ചീഫ് വരുന്നതാണ് രസം തന്നെ കേട്ടോ. ദാണ്ടേ വരുന്നു നമ്മുടെ ചീഫ്. തയ്യാറായിക്കോ പിടിച്ചു നിർത്താൻ. ഞാനില്ല, ഞാൻ മടുത്തു. നീ എന്നെ പിടിച്ചു നിർത്തിയാ മതി കേട്ടോ. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ചീഫ് പുറത്തുനിന്നല്ലേ വന്നതെന്ന്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചപ്പുറം പാറപ്പുറമാണ്. നോക്കൂ, ഇത് തന്നെ. ചീഫിനെ ചീഫ് എന്ന് വിളിച്ച് ഞങ്ങൾ മടുത്തു. ഇനി ബോസ് എന്ന് വിളിച്ചോട്ടെ. എന്നാ ബോസേ, നമുക്ക് ഈ താവളം ഒന്ന് മാറ്റണ്ടേ? ഒന്ന് പോടാ. ഈ താവളം തന്നെയായിരുന്നു എന്റെ ആരംഭവും എന്റെ അന്ത്യവും. ബോസേ, ചായ വാങ്ങിച്ചിട്ട് വരാട്ടോ. ആയിക്കോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കൊരു കൊട്ടേഷൻ കിട്ടുന്നത്. പ്രതിഫലമോ 1 lakh rupees. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ താവളത്തിന്റെ പേര് 3i കൊട്ടേഷൻ ടീം എന്നാണ് കേട്ടോ. എന്നാ ചൂട്. ഈ ഷർട്ട് അങ്ങ് ഊരിയിട്ടേക്കാം. ഒരു കൊട്ടേഷൻ ഉണ്ട്. എൻ്റെ ലാപ്ടോപ്പ് കാണാണ്ട് പോയിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഫോട്ടോ. ഈ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്തിരിക്കും. ഇത് കണ്ടുപിടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരും. പിന്നെ ഇതാണ് എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പറും. കണ്ടു കിട്ടിയാൽ ഇത് ഞാൻ എന്നെ ഫോൺ വിളിച്ച് അറിയിക്കുക. കിട്ടിയില്ലെങ്കിൽ മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. എടാ, കോൾ അടിച്ചല്ലോ. ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങള് നീ ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ അതുവരെ ഒന്ന് പുറത്തു പോയിട്ട് വരാം. ഓക്കെ ബോസ്, ഇപ്പൊ പറഞ്ഞു കൊടുത്തേക്കാം. അയ്യോ, ഇവനെ ഇവിടെ ഇങ്ങനെ കിടക്കണേ. സോറി ബോസ്, ഇപ്പൊ എണീപ്പിക്കാം. കുഴപ്പമില്ല. ഇനി നമ്മുടെ ദൗത്യം എന്നാന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ലാപ്ടോപ്പാണ്. അപ്പൊ ലാപ്ടോപ്പ് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുവാണ്.
അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം, ഒരു ഡമ്മി ഉണ്ടാക്കി നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരൂ. ആ ഡമ്മി ഉണ്ടാക്കിയിട്ട് നമുക്കത് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് തുമ്പ് ഉണ്ടാക്കണം. ആ തുമ്പ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ലാപ്ടോപ്പ് കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യത്തെ ദൗത്യം നിങ്ങൾ നിറവേറ്റിയിട്ട് വാ, പോയി ഒരു ഡമ്മി ഉണ്ടാക്കി കൊണ്ടുപോവാ. ഈ ലാപ്ടോപ്പ് കണ്ടുപിടിക്കാൻ എന്തിനാ ഡമ്മിയൊക്കെ? ഞാൻ പല വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ഇഡിയറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എന്റെ സെക്കൻഡും മൂന്നാമത്തെ ഇഡിയറ്റും. അപ്പൊ ഞാൻ പറയണത് മാത്രം അനുസരിച്ചാൽ മതി. പോയി ഡമ്മി ഉണ്ടാക്കി കൊണ്ടുവരും എന്റെ മുന്നിലേക്ക്. ശരി, ക്ഷമിച്ചിരിക്കുന്നു. ഇത്രയും നേരെ ഡമ്മി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവനോട്. രണ്ടുപേരും എവിടെ പോയി കിടക്കുവാണെന്നാവും. ബോസ്, ഡമ്മി റെഡി. എങ്ങനെയുണ്ട് ബോസ്? കൊള്ളാം, ഗുഡ് ജോബ്. ഇനി നമ്മുടെ അടുത്ത ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ ഡമ്മി ഇവിടെ നിന്ന് നീ താഴേക്ക് ഇടണം. ഞാൻ താഴെ പോയി നിന്ന് കഴിഞ്ഞിട്ടേ നീ ഇടാൻ പാടുള്ളൂ. ഓക്കെ ബോസ്. ഓക്കെ, ഇഡിയറ്റ് നമ്പർ 3, നിനക്ക് താഴേക്ക് ഇടാം. ഓക്കെ, ബാക്കി ഇനി നമുക്ക് നാളെ നോക്കാം. ഇഡിയറ്റ് നമ്പർ 2, ഇഡിയറ്റ് നമ്പർ 3, വേഗം ഓടി വാ. എവിടെയായിരുന്നു നിങ്ങൾ ഇത്രയും നേരം? ഞങ്ങളിവിടെ ഡ്രസ് മാറാൻ പോയതാ. ഓക്കെ, നാളെ നമുക്ക് ലാപ്ടോപ്പ് കണ്ടുപിടിച്ച് കൊടുക്കാനുള്ള അവസാനത്തെ ദിവസമാണെന്ന് അത് വിചാരിക്കണം. അപ്പം നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇന്നലെ നമ്മളൊരു ഡമ്മി മോളിൽ നിന്ന് താരെ കിട്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മയുണ്ടല്ലോ? കുഴപ്പമില്ല, ആരിട്ടാലും കുഴപ്പമില്ല. ഇനി അടുത്ത ദൗത്യം ഇതാണ്. നിങ്ങളുടെ ഈ ഡമ്മിക്ക് ചുറ്റും ഒരു വള്ളി കൊണ്ടിടണം. ഇതിന്റെ അളവനുസരിച്ചുള്ള ഒരു വള്ളി നിങ്ങൾ തെരഞ്ഞെടുത്തോണ്ട് വരണം. ആ വള്ളി നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ തവളത്തിൽ നിന്ന് തന്നെ കിട്ടണമെന്നാണ്. അപ്പൊ അടുത്ത ദൗത്യം ഇതാണ്. നിങ്ങൾ പോയി ആ വള്ളി ഇതിന്റെ അളവിന് അനുസരിച്ചുള്ള വള്ളി പോയി കൊണ്ടുവരും. അല്ല ബോസ്, ഈ ലാപ്ടോപ്പ് കണ്ടുപിടിക്കാൻ ഈ വള്ളിയും ഡമ്മിയും ഒക്കെ എന്തിനാന്നേ? ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നു, ഞാൻ ഇഡിയറ്റ് നമ്പർ 1 ആണ്. അപ്പൊ ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ അത് ചെയ്യും. നിങ്ങൾ പോയി ആ വള്ളി കൊണ്ടുവരും. സോറി ബോസ്, ഇപ്പൊ കൊണ്ടുവരാം. ബോസ്, വള്ളി റെഡി. ഗുഡ് ജോബ്. ബോസ്, ഇനി ഈ വള്ളി ഇതിന്റെ ചുറ്റും ഒന്ന് ഇടും. ഗുഡ് ജോബ്. ഇഡിയറ്റ് നമ്പർ 2, ഇഡിയറ്റ് നമ്പർ 3. ഇനി ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കൂ. ഈ ഡമ്മി, ഈ ലാപ്ടോപ്പ് കണ്ടുപിടിക്കാൻ എന്തിനാ ഫോട്ടോയും വള്ളിയും ഡമ്മിയും ഒക്കെ? ഇതിന്റെ ആവശ്യമുണ്ടോ? അത് തന്നെ. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയണു നിങ്ങളോട്, ഞാൻ ഇഡിയറ്റ് നമ്പർ 1 ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ വേണം എല്ലാ സമയത്തും. അപ്പൊ ഞാൻ എന്ത് പറയണു അത് തന്നെ വേദവാക്യം. അപ്പൊ ഞാൻ പറയണു, നിങ്ങളത് അനുസരിക്കും. ഇപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ പറയണു, നിങ്ങളത് ഫോട്ടോ എടുക്കും. മറു ചോദ്യങ്ങൾ എന്നോട് വേണ്ട. സോറി ബോസ്. ഓക്കെ, ഗുഡ് ജോബ് ഇഡിയറ്റ്സ്. ഇനി ഈ ഡമ്മി എടുത്ത് പുറത്തേക്ക് കളഞ്ഞേക്കും. അത് കഴിഞ്ഞിട്ട് എന്റെ പുറകെ വരും. ഓക്കെ ബോസ്. എവിടെയായിരുന്നു ഇത്രയും നേരം? അപ്പുറത്തെ വീട്ടിലെ തോമസിന്റെ കമ്പ്യൂട്ടറിൽ ആ മെയിൽ ചെക്ക് ചെയ്യാൻ പോയതായിരുന്നു. ഇന്നാള് ദിവസം എഡ്വേർഡ് ജോർജ് പറഞ്ഞില്ലേ, മെയിൽ അയക്കും പറഞ്ഞില്ലേ? അതിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഞാൻ അതിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട്
ഞാൻ നമ്മുടെ അടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ജോബ് ഇഡിയറ്റ്. ഇനി നമുക്ക് അടുത്ത ദൗത്യം ഇതാണ്. നമുക്ക് എഡ്വേർഡ് ജോർജിനെ തന്നെ വിളിച്ചു കളയാം. അപ്പൊ എന്നാലേ നമുക്ക് ഇതിന്റെ ഫുൾ ക്ലൈമാക്സിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമുക്ക് തുമ്പ് ശേഖരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനൊന്ന് എഡ്വേർഡ് ജോർജിനെ ഒന്ന് വിളിക്കട്ടെ. ഓക്കെ സർ. ഹലോ, എഡ്വേർഡ് ജോർജ് അല്ലേ? താങ്കൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ തന്നായിരുന്നല്ലോ ലാപ്ടോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ പരമായിട്ടുള്ള ഒരു പ്രധാന തെളിവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ തെളിവ് താങ്കളെ കാണിച്ചിട്ട് പൂർണ്ണമായിട്ട് ആ കേസ് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ താങ്കളെ വിളിക്കുന്നത്. അപ്പൊ താങ്കളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ താങ്കൾ ഇവിടെ നാളെ ഞങ്ങളെ താവളത്തിൽ 2 മണിക്ക് എത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഇവിടെ 2 മണിക്ക് തന്നെ എത്തണം എന്നുള്ളത്. അപ്പൊ ഞങ്ങള് 3 ഇഡിയറ്റ്സ്, ഞങ്ങൾ 3 കൊട്ടേഷൻ ടീം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പ് കണ്ടുപിടിച്ച് തന്നിരിക്കും എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. അയാൾ വരുന്നുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കിയേക്കാലേ ബോസ്. ഓക്കെ ഇഡിയറ്റ് നമ്പർ 3, വേഗം പോയി വരൂ. ഈ ഫോട്ടോ കണ്ടിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇത് ഒരു വലിയ തുമ്പായിരിക്കും എന്നുള്ള എന്റെ വിശ്വാസമുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ താങ്കളെ ഈ ഫോട്ടോ കാണിക്കണത്. ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ ഞങ്ങളോട്. നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പോയിട്ടുമുണ്ട്. എന്നെ ആ കള്ളം തട്ടിയിട്ടപ്പോൾ അവന്റെ കയ്യിൽ ഇതുപോലെ ചാക്കുണ്ടായിരുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള തുമ്പുകൾ ഞങ്ങൾ സ്വയം കണ്ടുപിടിച്ചോളാം. ഇനി താങ്കൾ അടുത്ത നേരത്ത് വരുമ്പോൾ ഈ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും. സന്തോഷമായി പോവും. മറ്റവനോട് പറ ചായ ഒന്നും ഉണ്ടാക്കേണ്ടത്. ഞാൻ പോവുക. നമ്പർ 3 ചായ ഉണ്ടാക്കണ്ട, ഇയാള് പോവുകയാണ്. ഓക്കെ ഓക്കെ. അയാള് പോയോ? പോയി. ബോസിന്റെ വ്യാപാരം തന്നെ എവിടെ കിട്ടിയതല്ല. അതാണ് 3i കൊട്ടേഷൻ ടീമിന്റെ ബോസായ ഞാൻ. താങ്ക് യു. You have done a very good thing, yeah. നമ്മളെ സമ്മതിക്കണം. അവിടെ ചാണോലോട്ട് ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം ബോസ്. എന്തായിരിക്കും അത്? കൺഫ്യൂഷനായോ എന്താ പറ്റിയതെന്ന്? എന്നാ നിങ്ങളൊരു ഫ്ലാഷ് ബാക്ക് കണ്ടു നോക്ക്, അപ്പോൾ എല്ലാം സക്സസ്. ഇപ്പൊ മനസ്സിലായോ എന്താ സംഭവിച്ചതെന്ന്? ഇന്നലെ അയാളെ ലാപ്ടോപ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നേ, അയാളെ വിളിച്ചായിരുന്നോ? എഡ്വേർഡ് ജോർജ് എന്നല്ലേ അയാളുടെ പേര്? അതെ. അയാളുടെ ലാപ്ടോപ്പ് നമ്മുടെ കൈവശം ഉണ്ടല്ലേ? ഉണ്ട് ഉണ്ട്. അപ്പൊ ഞാനൊന്ന് അയാളൊന്ന് വിളിച്ചു കളയാം. ഹലോ, എഡ്വേർഡ് ജോർജ് ആണോ? താങ്കൾ പറഞ്ഞ ലാപ്ടോപ്പ് ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ നാളെ താങ്കൾ ഒരു 2 മണിയാകുമ്പോഴേക്കും താങ്കൾ പറഞ്ഞ് 1 ലക്ഷം രൂപയായിട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് 1 ലക്ഷം രൂപയായിട്ട് താങ്കൾ ഇവിടെ എത്തേണ്ടതാണ് ഞങ്ങളുടെ താവളത്തിൽ. ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി താങ്കളുടെ ലാപ്ടോപ്പുമായി വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ശരി. എഡ്വേർഡ് ജോർജ് നാളെ 2 മണിക്ക് 1 ലക്ഷം രൂപയായിട്ട് ഇവിടെ എത്തുന്നതാണ്. നമ്മളൊക്കെ രക്ഷപ്പെട്ടു അല്ലടാ? അതെ. അവിടെ ഒഴി പോണു. എന്തോ അവിടെ ഞാനൊരു ഒച്ച കേട്ടു. അതാ നശിച്ച പൂച്ചയാ. ഇഡിയറ്റ് നമ്പർ 2 ഒന്ന് പോയി നോക്കൂ. നോക്കാം. ആ സാധനം ഇന്നലെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു.
ചുമ്മാ എല്ലാം കൂടെ നശിപ്പിക്കാനായിട്ട്. പോവുച്ചേ, പോ പോ പോ. ചവിട്ടി കുടിക്കാം. പോ പോവുച്ചേ, പോവുച്ചേ, പോ പോ. അല്ല ഈ എഡ്വേർഡ് ജോർജ് എന്ത് 2 മണിക്ക് വരാന്ന് പറഞ്ഞിരുന്നായിരുന്നു. ആ അയാള് വന്നോളും ബോസേ. ബോസേ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ കോസ്റ്റ്യൂം? ആ ഇന്ന് 1 ലക്ഷം രൂപ കിട്ടുന്ന ദിവസം അല്ലേ, അപ്പൊ അത് കാരണം നമ്മളെല്ലാരും 3 പേരും മിനിങ്ങി നിക്കണു. കൊള്ളാം രണ്ടുപേരുടെയും വേഷം. താങ്ക് യു ബോസ്. ബോസിന്റെയും കൊള്ളാം. താങ്ക് യു. അയ്യോ അതാ അയാളാ വന്നേന്ന് തോന്നുന്നു. ഞാനേ ആ സൈഡിലോട്ട് അങ്ങനെ മാറി നിന്നോളും. കാരണം എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ട് ഒന്നുകൊണ്ട് തല ഇറങ്ങിയിട്ടില്ല. നീ എന്നെ ബാഗ് വെച്ചു ബോസെ. അപ്പൊ ഞാനോട് മാറിക്കോട്ടെ. ഇത്രയും നേരം നമ്മളയാള് വളരെ കണ്ടതായിരുന്നല്ലോ, പിന്നെ എന്നെ വരാതെ. ആ അതേ വന്നല്ലോ. നിങ്ങൾ എന്റെ ലാപ്ടോപ്പ് കണ്ടെടുത്തോ? കണ്ടെടുത്തു. എന്നിട്ട് എവിടെ? 1 ലക്ഷം രൂപ എവിടെ? ആദ്യം ലാപ്ടോപ്പ് താ. ആദ്യം 1 ലക്ഷം രൂപ കാണിക്ക്. അതൊക്കെ ഉണ്ട്, തരാം. ആ ലാപ്ടോപ്പ് താ. നിങ്ങൾ കയ്യിൽ ഒന്ന് നിവർത്തി കാണിക്കാണ്ട് ഞങ്ങൾക്ക് വിശ്വാസം വരില്ല. ഇതാണ് 1 ലക്ഷം രൂപയുടെ ചെക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് താങ്കളുടെ ലാപ്ടോപ്പ്. ഇത് തന്നെ അല്ലേന്നൊന്ന് നോക്കി. അത് തന്നെ താ. ഇതാണ് നിങ്ങളുടെ പ്രതിഫലം. എന്റെ ലാപ്ടോപ്പ് കിട്ടിയിരിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു. കോൾ അടിച്ചല്ലോ. നീ ബാങ്കിൽ ഇട്ടില്ലേ ഇഡിയറ്റ് നമ്പർ 2? അങ്ങനെ എന്തെല്ലാം കണ്ടോ, ഇതാണ് നമ്മുടെ 3 കൊട്ടേഷൻ ടീം. ഇന്നത്തെ 3 ഡേയ്സിന്റെ കൊട്ടേഷൻ ടീം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവരുടെ ജീവിതം തുടരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.